അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ലോക്സഭാ സ്പീക്കറിൻ്റെ റിമൂവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ആർട്ടിക്കിൾ 94 അഥവാ ആർട്ടിക്കിൾ 94 ഈ പറയുന്ന ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും റിമൂവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ലോക്സഭാ സ്പീക്കർക്ക് അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലോക്സഭയിലെ അംഗത്വം അവസാനിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് കൊടുക്കണം. ഈ രാജിക്കത്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ലോക്സഭാ സ്പീക്കറാണെങ്കിൽ ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർക്കും, ഡെപ്യൂട്ടി സ്പീക്കറാണെന്നുണ്ടെങ്കിൽ ലോക്സഭാ സ്പീക്കർക്കുമാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത്. ഇനി ഇദ്ദേഹത്തിൻ്റെ റിമൂവാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ റിമൂവൽ പ്രോസസ്സ് എന്ന് വെച്ച് പറയുമ്പോഴത്തേക്കും 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് ലോക്സഭാ സ്പീക്കർക്ക് കൊടുത്തതിന് ശേഷം ലോക്സഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളും പാസ്സാക്കുന്ന ഒരു പ്രമേയത്തിലൂടെ പുറത്താക്കാൻ സാധിക്കും. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് ഈ പറയുന്ന ലോക്സഭാ സ്പീക്കർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇത്തരത്തിലുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആർട്ടിക്കിൾ 94 സ്പീക്കറിൻ്റെ റിമൂവലുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.